ചീഫ് സെക്രട്ടറി എ ജയതിലകിനെ വാരി അലക്കുകയാണ് എൻ പ്രശാന്ത് IAS. താൻ തന്നെയാണ് അധിപൻ എന്ന് അഹങ്കരിച്ചിരുന്ന ആളാണ് ജയതിലകെന്ന് പ്രശാന്ത് പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോൾ വിരമിക്കൽ ദിവസം തന്നെ പ്രശാന്ത് ഇത്തരത്തിലൊരു അടി കൊടുക്കുമ്പോൾ ജയതിലകിന് അത് താങ്ങാൻ കഴിയുന്നില്ല. നാണം കെട്ട് തലകുനിച്ചിറങ്ങേണ്ടി വരികയാണ് ജയതിലകിന്. ഇതൊക്കെയാണ് കാലം കാത്തുവെച്ച കാവ്യനീതി. ബി അശോക് IASനെയും പ്രശാന്ത് IASനെയും സമ്മതിക്കണം. ഇവരാണ് ശരിക്കും ഇരട്ട ചങ്കുള്ളവർ. പിണറായി സർക്കാരിനെയും CM ഓഫീസിലെ ശിങ്കിടികളെയും വിറപ്പിച്ച ഒന്നൊന്നര മുതലുകൾ. ഇരുവരെയും ചില്ലറയല്ല പിണറായി സർക്കാരിന്റെ കാലത്ത് വേട്ടയാടിയത്. സർക്കാരിന്റെ പിടിപ്പുകേടുകൾ തുറന്നു കാട്ടിയ, ചോദ്യം ചെയ്ത എഫിഷ്യന്റായ ഉദ്യോഗസ്ഥർ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴായിരുന്നു അശോകിന് സസ്പെൻഷൻ ലെറ്റർ അടിച്ച് പിണറായി കയ്യിൽ കൊടുത്തത്. പോയി പണി നോക്കാൻ അദ്ദേഹം പറഞ്ഞു. പിണറായിക്ക് മുന്നിൽ കുമ്പിട്ട് നിൽക്കാൻ തന്നെ കിട്ടില്ല എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. ഇതിപ്പോൾ വെറും കാവൽ സർക്കാരാണ്. സസ്പെൻഷൻ ലെറ്റർ തന്ന് പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന് അന്ന് പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അശോക് വിറപ്പിച്ചു. പിണറായി സർക്കാരിന്റെ ഏകാധിപത്യം ചോദ്യം ചെയ്ത് ചാനലുകളിൽ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു. അതായിരുന്നു അശോകിനെ തെറിപ്പിക്കാൻ പിണറായിക്ക് വാശി കൂടാൻ കാരണം. പ്രശാന്ത് IASനെ പിന്നെ കണ്ണിന് കണ്ടുകൂടായിരുന്നു. വർഷങ്ങളായി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. മാറ്റി നിർത്തിയത് പോരാഞ്ഞിട്ട് വേട്ടയാടുകയും ചെയ്തു. പ്രശാന്തിനോടുള്ള പിണറായി പകയ്ക്ക് എരുതിയിൽ എണ്ണയൊഴിച്ചു കൊടുത്തത് ജയതിലകായിരുന്നു. CM ഓഫീസിലെ സൂപ്പർ CM കളിച്ച ആളാണ് ജയതിലക്. ഒരുപാട് ഉദ്യോഗസ്ഥരെ ഇട്ട് തട്ടിക്കളിച്ചു. എല്ലാത്തിനും കൂടി ഇപ്പോൾ അടിച്ച് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. നാണം കെട്ട പടിയിറക്കമെന്ന് ആവർത്തിച്ചു പറയുകയാണ്. ജയതിലകിനെ പൊളിച്ചടുക്കിക്കൊണ്ട് പ്രശാന്ത് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതിപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കുറിപ്പ് വൈറലാകുകയാണ്. ആ കുറിപ്പ് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ധർമ്മോ രക്ഷതി രക്ഷത. അധികാരത്തിന്റെ ശീതള ഛായയിൽ മതിമറന്ന് ജീവിക്കുന്നവർ പലപ്പോഴും ഓർക്കാതെ പോകുന്ന ഒരു നിസ്സാര കാര്യമുണ്ട്. തലമുറകളായി നമ്മൾ കണ്ടുപോകുന്ന ഈ അധികാര കസേരകളൊക്കെയും വെറും താൽക്കാലിക താവളങ്ങൾ മാത്രമാണെന്ന സത്യം. 5-10 കൊല്ലം ഭരണത്തിന്റെ ചെങ്കോൽ കയ്യിലിരിക്കുമ്പോൾ താൻ തന്നെയാണ് ഈ നാടിന്റെ അധിപനെന്ന് അഹങ്കരിക്കുന്ന രാഷ്ട്രീയക്കാരേക്കാൾ കഷ്ടമാണ് 30 കൊല്ലം അധികാരത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ ഫയലുകൾക്ക് മുകളിൽ വിധി കുറിച്ച ഉദ്യോഗസ്ഥ മേധാവികളുടെ മതിഭ്രമം. അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ ഇത്തരം വിഭ്രാന്തികൾക്ക് സഹാനുഭൂതിയോടെയുള്ള ചികിത്സാ പദ്ധതികൾ നിലവിലില്ല എന്നതാണ് നമ്മുടെ ശാപം. വിസ്മൃതിയുടെ ഇരുളുകളിലേക്ക് ആരും നോക്കാതെ ഒരു പഴയ ഫയൽ പോലെ വലിച്ചെറിയപ്പെടും വരെ തങ്ങൾക്കിവിടെ അസ്തമയമില്ല എന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. കാലം അവരെ തൂത്തെറിയും വരെ അവരെ സഹിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. ജനത്തിന്റെ ഏകാന്തതയും മരണത്തിന്റെ ശൂന്യതയ്ക്കുമിടയിൽ മനുഷ്യർ കെട്ടിയാടുന്ന ഈ കോലാഹലങ്ങളെ പൂന്താനം എത്ര ലളിതമായാണ് ജ്ഞാനപ്പാനയിൽ പരിഹസിച്ചത്. കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്തും എന്ന് നമ്മൾ പാടി പഠിച്ചത് വെറുതെയല്ല. ഈ കസേരകളും ചുവന്ന നാട കെട്ടിയ ഫയലുകളും ഈ വടംവലികളും ഒടുവിൽ മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് വെറും പിടിവാശികൾ മാത്രമാണ്. അധികാരത്തിന്റെ ആ മരീചിക ഒഴിഞ്ഞു പോകുമ്പോൾ കസേരയിലേക്ക് മറ്റൊരാൾ വന്നിരിക്കും. നാമപ്പലകകൾ അഴിച്ചു മാറ്റപ്പെടും. ഇന്നലെ വരെ ഉത്തരവുകൾ കേട്ട് വിറങ്ങലിച്ചു നിന്ന ആ വരാന്തകൾ ഒരൊറ്റ രാത്രി കൊണ്ട് ആ പഴയ കാൽപെരുമാറ്റങ്ങളുടെ ഓർമ്മകളെ പോലും പാടെ തുടച്ചു മാറ്റും. പദവികളിൽ നിന്നുള്ള ഈ പടിയിറക്കം ഒരർത്ഥത്തിൽ ജീവിച്ചിരിക്കുമ്പോഴുള്ള മരണം തന്നെയാണ്. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ സ്വാർത്ഥതയും മോഹവും ബുദ്ധിയെ നാശത്തിലേക്ക് നയിക്കൂ. പണത്തോടുള്ള ആർത്തിയേക്കാൾ ഭയാനകമാണ് എല്ലാം എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് ഈ അധികാരഭ്രമം. ഇക്കൂട്ടർ വരും തലമുറയ്ക്ക് നൽകുന്ന പാഠങ്ങൾ എത്രമാത്രം വിഷലിപ്തമാണെന്ന് ആലോചിച്ചു നോക്കൂ. മനുഷ്യർ ഔദ്യോഗിക പദവികൾ നേടേണ്ടത് യോഗ്യത കൊണ്ടല്ല, മറിച്ച് ചില വലിയ തമ്പുരാക്കന്മാർക്ക് വഴിവിട്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാനുള്ള സന്നദ്ധത കൊണ്ടാണ് എന്നവർ തെളിയിക്കുന്നു. സ്വാധീനവും കൃത്യസമയത്ത് മിണ്ടാതിരിക്കാനുള്ള തന്ത്രവും അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നതും തെറ്റ് ചെയ്യാൻ പരസ്പരം തുണയാകുന്നതുമാണ് പെട്ടെന്ന് വളരാൻ നല്ലതെന്ന് ഇവർ തുടക്കത്തിലെ പഠിച്ചു വച്ചിട്ടുണ്ട്. എങ്കിലും കാലത്തിന്റെ വലിയ പുസ്തകത്തിൽ ഇതൊക്കെയും രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ഭരണത്തിന്റെ ഉമ്മറങ്ങളിൽ നടക്കാറുള്ള യാത്രയയപ്പ് ചടങ്ങുകളും തൊണ്ടയിടറി വായിക്കുന്ന മംഗളപത്രങ്ങളും പലപ്പോഴും കപടമായ ആചാരങ്ങൾ മാത്രമാണ്. വിട പറഞ്ഞു പോകുന്ന ഒരാളെക്കുറിച്ച് പരസ്യമായി നിന്ദ്യമായി സംസാരിക്കരുത് എന്ന ലൗകികമായ ഒരു മര്യാദ. അവിടെ ക്രൂരതകൾക്ക് കർക്കശ നിലപാടെന്നും
ആരെയും വകവയ്ക്കാത്ത അഹങ്കാരത്തിന് ഭരണപരമായ ദൃഢത എന്നും ചെയ്തു കൂട്ടിയ അഴിമതികൾക്ക് സാമർത്ഥ്യം എന്നും പുതിയ പേരിട്ട് വിളിക്കുന്നു. അവരുടെ ഉള്ളിലെ ഭയത്തെ അച്ചടക്കമായും നാടിന് വരുത്തിവെച്ച പരിക്കുകളെ വെറും വിവാദങ്ങളായും മാറ്റി എഴുതാൻ ചട്ടം കെട്ടിവെച്ച ചില സ്തുതിപാഠകരുണ്ടാകും. ആ ചടങ്ങിൽ വായിക്കാനുള്ള ഡ്രാഫ്റ്റ് പോലും ഇവർ തന്നെ എഴുതി കൊടുക്കുമെന്നതാണ് ഇതിലേറ്റവും വലിയ കൗതുകം. ഇത്തരം കാപട്യങ്ങളെയാണ് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 27-ാം വാക്യത്തിൽ യേശുദേവൻ കൃത്യമായി അടയാളപ്പെടുത്തിയത്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളോരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം! നിങ്ങൾ വെള്ളയടിച്ച് ശവക്കല്ലറകൾക്ക് സദൃശ്യരാകുന്നു. അവ പുറമേ ഭംഗിയായി കാണപ്പെടുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകല അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അതായത് ഒളിച്ചുവെക്കാൻ ഒട്ടനവധി അസ്ഥികൂടങ്ങൾ ഉള്ളവരും കള്ളന് കഞ്ഞി വെച്ചവരും ആരാണെന്നറിയാൻ ഈ സ്തുതിപാഠകരുടെ പട്ടിക മാത്രം നോക്കിയാൽ മതിയാകും. നിലനിൽപ്പിനായി പുകഴ്ത്തുക എന്നത് അവരുടെയൊക്കെ അനിവാര്യതയാണ്. തങ്ങളുടെ കീഴിലുള്ളവരെ അവസരവാദത്തിന്റെ കണക്കപ്പിള്ളമാരാക്കി മാറ്റുകയും സത്യത്തേക്കാൾ പ്രധാനം സുഖിച്ച് ജീവിക്കലാണെന്ന് ശീലിപ്പിക്കുകയും ചെയ്യുന്നവർ പടിയിറങ്ങുമ്പോൾ ബാക്കി വെക്കുന്നത് തങ്ങൾ തകർത്തു കളഞ്ഞ ഒരു ഭരണ സംവിധാനമാണ്. ഇങ്ങനെ വാർത്തെടുത്ത ഭീരുക്കളുടെയും അഴിമതി വീരന്മാരെയും തിരിച്ചറിയാനുള്ള കൃത്യമായ അടയാളമാണ് ഈ സ്തുതി പാഠകരുടെ കൂട്ടം. ഇങ്ങനെയുള്ള അധികാര മാഹാത്മ്യങ്ങൾ തങ്ങളുടെ പാപക്കറകൾ എവിടെയും വ്യക്തമായി ബാക്കി വെക്കാറില്ല. പകരം ചില കറുത്ത അടിക്കുറിപ്പുകൾ മാത്രം ചരിത്രത്തിൽ ശേഷിപ്പിക്കും. പ്രകൃതിയെയും പാവപ്പെട്ടവന്റെ മണ്ണിനെയും ചൂഷണം ചെയ്യാൻ ഭരണകൂട ഉത്തരവുകളുടെ വരികൾക്കിടയിൽ അവ്യക്തതകളുടെ കൊടുവാൾ ഒളിപ്പിച്ചു വെക്കുന്നതും സ്വന്തം താല്പര്യങ്ങൾക്കായി പൊതുപദവികളെ ദല്ലാൾ പണിക്ക് വിട്ടുകൊടുക്കുന്നതും അധികാരത്തിന്റെ ദുരുപയോഗം എത്ര നിശബ്ദമായും എത്ര ഭീകരമായും ചെയ്യാമെന്നതിന്റെ തെളിവുകളാണ്. അതിശക്തർക്കൊപ്പം നിന്ന് മുട്ടിൽ മരം മുറിച്ചത് കാരണം കേസിൽ കുടുങ്ങിപ്പോയ അനവധി പാവങ്ങളുടെ ശാപം കഴുകിക്കളയാൻ സ്പൈസസ് ബോർഡിലെ എല്ലാ സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും സാധിച്ചെന്ന് വരില്ല. നീതിയെയും സ്ഥാപനങ്ങളെയും തകിടം മറിക്കുന്നതും സത്യത്തോടുള്ള വഞ്ചനയും പൊതുവിശ്വാസത്തെ അങ്ങാടിയിൽ വിൽക്കുന്നതുമെല്ലാം കുറ്റകൃത്യമാണെങ്കിലും ഇവർക്ക് വെറും ഔദ്യോഗിക കൃത്യങ്ങൾ മാത്രമാണ്. വിരമിക്കൽ ദിനത്തിൽ നമ്മുടെ സംസ്കാരം നമ്മോട് ആവശ്യപ്പെടുന്നത് ആത്മസംയമനമാണ്. അധികാരമില്ലാതായി മാറുന്ന ഒരു മനുഷ്യന്റെ വീഴ്ചയെ അശ്ലീലമായി ആഘോഷിക്കാതിരിക്കാനുള്ള മാന്യത നാം കാണിക്കണം. എന്നാൽ ക്ഷമിക്കുക എന്നതിന് ചരിത്രത്തിന്റെ താളുകൾ കീറിക്കളയുക എന്നർത്ഥമില്ല. വരും തലമുറയ്ക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ബോധമുണ്ടാകണം. ഭയത്തെ ഒരിക്കലും ബഹുമാനമായും ഭീരുക്കളുടെ മൗനത്തെ സമ്മതമായും പിടിക്കപ്പെടാതിരിക്കുന്നതിനെ വിശുദ്ധിയായും ആരും വ്യാഖ്യാനിക്കരുത്. വ്യക്തിപരമായി ക്ഷമിക്കുമ്പോൾ തന്നെ സമയമെടുത്തിട്ടാണെങ്കിലും നിയമലംഘനങ്ങൾക്ക് നടപടി ഉണ്ടാകുക തന്നെ വേണം. ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുക തന്നെ വേണം. ഈ സംവിധാനം എല്ലാവർക്കും പകരക്കാരെ കണ്ടെത്തും. ആ വലിയ ഓഫീസ് മേശ തുടച്ച് വൃത്തിയാക്കപ്പെടും. അടുത്ത ആൾ വന്നിരിക്കും. ഫയലുകൾ വീണ്ടും ചലിച്ചു തുടങ്ങും. ഒരിക്കൽ ഒരാളുടെ മാത്രം അപ്രമാദിത്വത്തിലാണെന്ന് തോന്നിപ്പിച്ച ആ വലിയ ഭരണയന്ത്രം താൻ പോയാലും ഒന്നും സംഭവിക്കില്ല എന്ന വലിയ യാഥാർത്ഥ്യത്തോടെ മുന്നോട്ടു പോകും. ചിലർ അന്തസ്സോടെ പടിയിറങ്ങും. ചിലരുടെ പടിയിറക്കത്തെ സമൂഹം വലിയൊരു ആശ്വാസത്തോടെ നോക്കിക്കാണും. ഇക്കൂട്ടർ ചരിത്രത്തിൽ അവശേഷിപ്പിക്കുന്നത് ഒരു പൊതുസേവകൻ ഒരിക്കലും എന്തായി തീരരുത് എന്നതിന്റെ ഉദാഹരണം മാത്രമാണ്. ചുവരുകളിൽ വെള്ളയടിച്ച ശവക്കല്ലറകളുടെ ഭംഗി ബാക്കിയുണ്ടാകാം. പക്ഷേ കാലത്തിന്റെ വിചാരണയിൽ നിന്നും ആർക്കും ഒളിച്ചോടാനാകില്ല. നന്നായി വരട്ടെ. ഇതായിരുന്നു പ്രശാന്ത് പങ്കുവച്ച കുറിപ്പ്. അടിയെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം അടിയാണ് ജയതിലകന് കൊടുത്തിരിക്കുന്നത്.